ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. വളരെ ചെറിയൊരു വീഡിയോ ആയിപ്പോയി. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഇട്ടതാണ്. പക്ഷെ വന്നത് കുറച്ചേ വന്നുള്ളൂ. അത് ഇക്കായാണ് ഇട്ടത്. അതുകൊണ്ട് അത് കുറച്ചുള്ളതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് ഞാൻ പുതിയ വീഡിയോ ഇടാൻ നോക്കിയത്. അപ്പോൾ എൻ്റെ മാഡം ലണ്ടനിൽ പോയിക്കുവാണ്. അവിടെ ഒരു എക്സാം ഉണ്ട്. എക്സാമിന് വേണ്ടി ലണ്ടനിൽ പോയിക്കുവാണ്. മാഡം ഇല്ലാത്തതുകൊണ്ട് രാവിലത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം. അതായത് അല്ലെങ്കിൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ടിഫിൻ ബോക്സിലാക്കി വച്ചിരുന്ന ബാക്കി മാഡം ഒക്കെ ആയിക്കോളും. പിന്നെ സ്കൂളിൽ ഒന്ന് പോയാൽ മതി. ഇതെന്ന് വെച്ചാൽ രാവിലെ 6:11 മുഹമ്മദിനെ വിളിച്ചെണിപ്പിക്കണം, നൂറാനെ വിളിച്ചെണിപ്പിക്കണം, ഇത് ചെയ്യണം. പക്ഷെ ഞാൻ ഓൾറെഡി 6 മണിക്ക് താഴെ ചെന്നിട്ട് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ച് 3 പാൻ കേക്ക് അതുണ്ടാക്കി വെച്ചിട്ട് അത് ടിഫിൻ ബോക്സിൽ അടച്ചു വെച്ചിട്ട് പോയി മുഹമ്മദിനെ വിളിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ അവരോട് എനിക്ക് ഇംഗ്ലീഷ് അങ്ങനെ സംസാരിക്കാറില്ല, കേട്ടാൽ മനസ്സിലാവുന്നുള്ളൂ. അതുപോലെ തന്നെ അറബി ഒട്ടും അറിയില്ല. അപ്പോൾ വന്നിട്ട് ഒരു കൊല്ലല്ലേ ഉള്ളൂ. എനിക്കും അങ്ങനെ അറബി ഒക്കെ എന്നോട് അറബിയിലും മാഡം സംസാരിക്കാറില്ല, ഇംഗ്ലീഷിലാണ് സംസാരിക്കാറുള്ളൂ. അപ്പം ഞാൻ മുഹമ്മദിനോട് വന്നിട്ട് ഞാൻ മലയാളത്തിൽ പറയാം, മുഹമ്മദ് എഴുന്നേൽക്കെന്ന് പറയും. അപ്പോൾ മുഹമ്മദ് ആദ്യം ഒന്ന് മനസ്സിലാവാൻ നോക്കും, പറഞ്ഞു എനിക്കൊന്ന് വേഗം പറയും. അപ്പോൾ അത് എണിച്ച് പോയി കുളിച്ചിട്ട് വരുമ്പോഴേക്കും ഞാൻ നൂറാനെ പോയി വിളിച്ചെണിപ്പിക്കും. നൂറാനോടും മലയാളത്തിൽ തന്നെ പറയാം. നിങ്ങൾക്ക് എങ്ങനെയാണോ എന്തോ അറബ് മനസ്സിലാവണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അതുകൊണ്ട് രണ്ടെണ്ണം എണിപ്പിച്ച് ഞാൻ നൂറാടെ അടുത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും മുഹമ്മദ് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെയും മുഹമ്മദെ പോയി അത് എഗ്ഗ് കഴിക്കാൻ പറഞ്ഞ് പിന്നെ വിളിച്ചുകൊണ്ട് പോയി അത് കഴിപ്പിച്ച് അതും എടുത്തുകൊണ്ട് വന്ന് കഴിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെയും കിടക്കും. അവൻ ഭയങ്കര മടിയനാണ്. പിന്നെ നിർബന്ധിച്ച് വിളിച്ചെണിപ്പിച്ച് കൊണ്ടുപോകും. 6:40 ആകുമ്പോഴേക്കും വണ്ടിയിൽ പോയി കയറണം, അല്ലെങ്കിൽ നൂറാക്ക് ക്ലാസ് താമസിക്കും. നൂറാക്ക് 7:30 ആകുമ്പോൾ കയറണം. അപ്പം ഇവരെ കൊണ്ട് പോയി അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഞാൻ തിരിച്ച് ഇവിടെ വരുമ്പോൾ 7:45 ആവും. പിന്നെ ഞാൻ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെയും താഴേക്ക് പോകണം. താഴേക്ക് പോയിട്ട് ഇവർക്ക് 1:30 ആകുമ്പോഴേക്കും വിളിക്കാൻ പോകണം, അല്ലെങ്കിൽ എനിക്ക് പോകണ്ടായിരുന്നു. 1:30 വിളിക്കാം. അപ്പോൾ താഴെ പോയിട്ട് വേഗം തന്നെ ഫുഡ് റെഡിയാക്കണം. ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കണം. അല്ലെങ്കിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ലഞ്ച് ഇതാക്കാൻ പോയാൽ മതി. ഇത് 9 മണി ആകുമ്പോഴേക്കും ഞാൻ 9:30 ആകുമ്പോഴേക്കും താഴേക്ക് പോയിട്ട് ലഞ്ച് ഉണ്ടാക്കും. പിന്നെ ലഞ്ച് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കയറി വന്നു. ഇപ്പോൾ സമയം 11:30 ആയി. കയറി വന്നു. എനിക്ക് 1:30 പോകണം. 11:30 അല്ല 12 മണിയായിപ്പോൾ. അപ്പോൾ ഞാൻ വന്ന് ചോറുണ്ടിട്ട് എനിക്കും പോകണം, സ്കൂളിൽ പോകണം. 1:30 ഡ്രൈവർ വരും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മൊത്തം കോമഡിയാണ്. മാഡം ഇംഗ്ലീഷിൽ സംസാരിക്കണം. എൻ്റെ വിചാരം മാഡം എന്നോട് മലയാളത്തിലാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലാവണോണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറയും. തിരിച്ചങ്ങോട്ട് മറുപടി പറയാൻ അറിഞ്ഞൂടാ. ഒരു ദിവസം കഴിഞ്ഞ റംസാനിൽ ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ട് അത് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് മാഡത്തിൻ്റെ ബ്രദറിൻ്റെ വൈഫ് താഴേക്ക് വിളിക്കുവാണ്. ഞങ്ങളെല്ലാവരും മുകളിലിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹൗസ് മെയ്ഡ് ഒരു 10-15 പേരുണ്ട് പെണ്ണുങ്ങൾ. എല്ലാവരും കൂടി റൗണ്ട് കൂട്ടി അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് റംസീനാന്നൊരു വിളി കേട്ടത്. ഞാൻ താഴേക്ക് അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇറങ്ങി വന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യമാണെന്ന് പറയാൻ വേണ്ടി ഇവരെല്ലാവരും കൂടി സ്റ്റെപ്പിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, റംസീന ഇത് ഭയങ്കര ടേസ്റ്റാണ്, എൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു ബട്ടർ ചിക്കൻ്റെ. പക്ഷേ ഇവർ ആദ്യം പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ എൻ്റെ മാഡത്തിനോട് പറയണം, മാഡം എനിക്ക് മനസ്സിലായില്ല മാഡം. എൻ്റെ മാഡത്തിനോട് ഞാൻ പറയാം, എനിക്ക് മനസ്സിലായില്ല മാഡത്തിന് അതും മനസ്സിലായല്ലോ. അപ്പോഴേക്കും സ്റ്റെപ്പിലിരുന്ന് ഭയങ്കര ചിരി പെണ്ണുങ്ങൾ. അവർക്ക് കാര്യം ഞാൻ അപ്പോഴാണ് ഓർക്കണം, പഠിച്ചനെ എന്തോ മണ്ടത്തരം പറഞ്ഞല്ലോ എന്ന്. ഞാൻ ശരിക്കും മനസ്സിലായല്ലോ എന്ന് പറഞ്ഞത് ഇവർക്ക് മനസ്സിലായി. കാരണം മാഡം പറഞ്ഞത് ഒരു 4-4.5 വർഷമായവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. അവർക്ക് എന്താണ് ഉദ്ദേശം? അപ്പം മാഡത്തിനോട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരുത്തി പറഞ്ഞു, മനസ്സിലായില്ല എന്ന് പറഞ്ഞത് അത് മലയാളമാണല്ലോ, എനിക്ക് നോ അണ്ടർസ്റ്റാൻഡ് മാം എന്നങ്ങനെ പറഞ്ഞു. മാഡം പറഞ്ഞു, റംസീന അതിൻ്റെ റെസിപ്പി പറഞ്ഞു കൊടുക്കണം, വളരെ ടേസ്റ്റാണ്, മാഷാ അല്ലാഹ് നല്ല ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ മാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. സ്റ്റെപ്പ് ചെന്നപ്പോൾ എന്നെ ഒരു മാസത്തേക്ക് എനിക്ക് മനസ്സിലായില്ല മാം എന്ന് പ്രഭുമാനെ കളിയാക്കും. ഞാൻ അങ്ങനത്തെ ഒരു പൊട്ടക്കനാസ് തന്നെ മലയാളത്തിലാണ് എന്ത് പറഞ്ഞാലും അറിയാണ്ട് മലയാളം പറയും. നൂറ പലപ്പോഴും അന്തം വിട്ടെൻ്റെ നേരം നോക്കും എന്താ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ കുട്ടികളുടെ ഫുഡ് എന്ന് വെച്ച് തൈരും വെച്ച് ചോറൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഇപ്പോൾ മെയിനായിട്ടും സബ്ജക്റ്റ് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളുടെ ഫുഡാണ്. നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾക്ക് ഫുഡ് എന്തോരം കറികളൊക്കെ കൂട്ടി കൊടുത്താൽ അവർക്ക് കുറ്റം കഴിഞ്ഞിട്ട് നേരം ഉണ്ടാവുമോ? ഇവിടെ വെറും പച്ചച്ചോറും തൈരും കൂട്ടിയിട്ടാണ് അവർ ചോറിനാണ്. എനിക്കിപ്പോഴും ഇവിടെ വന്നിട്ട് ഇച്ചിരി മീൻ്റെയൊക്കെ മണമല്ലാണ്ട് എനിക്ക് കഴിക്കാൻ പറ്റണില്ല. പച്ചച്ചോറ് തിന്നും. പിന്നെ ഇവിടുത്തെ ഡ്രസ്സ്, ലേഡീസൊക്കെ ഭയങ്കര ടൈറ്റ് ഡ്രസ്സൊക്കെ ഇടും കേട്ടോ. പെണ്ണുങ്ങളെല്ലാവരും നല്ല ടൈറ്റ് ഡ്രസ്സ്, മോഡേൺ ഡ്രസ്സ്. പക്ഷേ എൻ്റെ മാഡം
ലൂസ് പർദ്ദയും ഒക്കെയാണ്. ആൾ ഭയങ്കര ഇസ്ലാമിയത്തൊക്കെ ഉള്ള ആളാണ്. പക്ഷേ മറ്റുള്ളവരൊക്കെ പയ്യങ്ങ് ടൈറ്റൊക്കെ ഡ്രസ്സ് ഇടും. പക്ഷേ ഇവിടുത്തെ ബോയ്സാണ് ഒരു മെനയില്ലാണ്ട് കിടക്കണത്. അവർ ലൂസ് പാൻറ്റും മുടിയും വിട്ടൂല, ഒരു സാധാരണ പോലെ. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബാവാസ് ഷിമ്മിക്കൂട് ഇട്ടിട്ടാണ് പാൻറ്റ് കയറ്റിയിരുന്നത്. ചില വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഷിമ്മിക്കൂട് പാൻറ്റ് പിടിച്ച് വലിച്ചു പുരിയ, ഞാൻ ഒരു സ്ഥലത്ത് പിടിച്ച് വലിച്ച് നിൽക്കുമായിരിക്കും പാൻറ്റ് ഊരാൻ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ. ഇവിടെയൊക്കെ എന്ത് ലൂസ് പാൻറ്റിട്ട് എന്ത് മര്യാദയെന്ന് പറയുമോ നിങ്ങൾക്ക്. പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടോ വളർത്തണം. മാഡം അഡ്വക്കേറ്റ് ആയതുകൊണ്ടും അവരുടെ ഫാദറും അഡ്വക്കേറ്റ് തന്നെയാണ്. പിന്നെ ഭയങ്കര 5 നേരം നമസ്കാരമൊക്കെ ഉണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ് ഫാമിലിയാണ്. ഇവരെയൊക്കെ കണ്ട് നമ്മുടെ മക്കൾ പഠിക്കണം. കാരണം അത്ര നല്ല അതവുള്ള നല്ല മക്കളാണ്. ഉമ്മാനോടൊക്കെ നല്ല സ്നേഹമാണ്. അവരെ വല്യമ്മാനെ കണ്ടു കഴിയുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലും എന്തൊരു ഉമ്മൊക്കെ എടുക്കണം. നമ്മുടെ നാട്ടിൽ വല്യമ്മാനെ കണ്ട് മൈൻഡുണ്ട്, എന്ത് വല്യമ്മ. പക്ഷെ ഇവിടുത്തെ വല്യമ്മാനെ കാണുമ്പോൾ അതുങ്ങൾ എത്ര കെയറിങ്ങാണെന്നറിയോ. അതുപോലെ ബാബാനെ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മാക്കുക. ഇവിടെ ഭയങ്കര റെസ്പെക്റ്റാണ്. ഇവർ കാണൽ കുറവാണ്. ഒരു വീട്ടിലാന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ. ഒരു വന്നു കഴിഞ്ഞാൽ റൂമിൽ കിടന്ന് ഉറങ്ങും ഒക്കെ അല്ലേ. വല്ലപ്പോഴും ഈ മാഡം നൈറ്റ് മിക്കപ്പോഴും ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പിസ്സയൊക്കെ വാങ്ങിക്കും. എന്നാലും അധികവും ഞാൻ ഉണ്ടാക്കുന്ന റൈസ് കറിയാണല്ലോ അവർ കഴിക്കണം. അവരങ്ങനെ ഒരു കറി ഉണ്ടാവുള്ളൂ, ഒരു ചോറും കറിയും മാത്രം. അങ്ങനെ ഒരുപാട് ആർഭാടം ഒന്നുമില്ല. വളരെ സാധാരണ ഒരു ഗുഡ് മദറും ഗുഡ് മക്കളും. വളരെ സന്തോഷമുള്ള അവർ നമസ്കാരവും ഒക്കെ ഉണ്ട്. നല്ല കുട്ടികളാട്ടോ, നല്ല. അതുപോലെ നമ്മൾ ചെല്ലുമ്പോൾ നൂറ തലയിൽ തുണിയിലാണ്ടൊക്കെയാണ് ഇരിക്കണമെങ്കിൽ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ എന്തെങ്കിലും ഫുഡ് കൊണ്ട് എന്തെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്തിട്ടേക്കാൻ പറ്റില്ല. കാരണം മാഡം പറഞ്ഞിട്ടുണ്ട്, നൂറ തലയിലൊന്നും തുണിയില്ലാണ്ടിരിക്കണമെങ്കിൽ. ആരും ഇവിടെ ബ്രദറൊക്കെയാണ് ഉള്ളത് എന്നാൽ പോലും ഡോർ ഓപ്പൺ ചെയ്തിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ വളർത്തുന്ന മക്കളാണ്. മാഡം ഇത് നല്ല മാഡാന്ന് പറയുമോ, നല്ല ചക്കര മാഡം എൻ്റെ മാഡം. അപ്പോൾ ഇവിടുന്ന് പോകണമെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഒരു അവസ്ഥ അതാണ്. എനിക്കെൻ്റെ ഇക്കാടെ അടുത്തേക്ക് പോകണം. ഇവിടെ ഒറ്റയ്ക്കൊക്കെ ഈ റൂമും അല്ല ആന്ധ്രകൾ പറ്റൂല. അതൊക്കെ കാരണമാണ് പോണേ. അപ്പോൾ എല്ലാവർക്കും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. ഞാൻ ഇക്കാടത്തേക്ക് പോവാണ്, കുഴപ്പമൊന്നുമില്ലാണ്ട് അവിടെ ചെല്ലാനും. പിന്നെ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ സൗദി അറേബ്യ ചെന്ന ഒരു ആളുടെ ആഗ്രഹം എന്തായിരിക്കും, അതൊക്കെ സാധിക്കണം എന്നുണ്ട്. അതിനൊക്കെ എല്ലാവരും ദുആ ചെയ്യുക. പിന്നെ എല്ലാവർക്കും ബൈ. എനിക്കിനി 1:30 സ്കൂളിൽ പോകണം, അവരെ വിളിച്ചുകൊണ്ടുവരാൻ പോകണം. അപ്പോൾ അസ്സലാമു അലൈക്കും, ബൈ.